അടുത്ത ടീം നമ്മൾ ഒരുപാട് ഫാൻസുള്ള ടീം മുംബൈ ഇന്ത്യൻസ്. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓപ്ഷൻ ഇട്ട ടൈമിൽ. കാരണം മുംബൈക്ക് ഏത് ബോളർ കിട്ടും എന്നുള്ളത് അടിച്ചെടുത്ത് അവർ കിട്ടി. ദീപക് ചാറിനെയും ട്രെൻഡ് ബോൾട്ടിനെയും. അവർക്ക് ബാറ്റിംഗ് യൂണിറ്റൊക്കെ സെറ്റായിരുന്നു. അതൊക്കെ സെറ്റാവുന്ന എല്ലാവർക്കും അറിയാം. ബോളേഴ്സിന് ആരെ കിട്ടും എന്നുള്ളതായിരുന്നു എല്ലാവർക്കുള്ള ഡൗട്ട്. രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയിങ് 11 എന്ന് ഇപ്പം തന്നെ പറയാൻ വേണ്ടി പറ്റും. അവരുടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ടീമാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ നോക്കുക. രോഹിത് ശർമ്മയും വിൽ ജാക്സും ആയിരിക്കും. റയൻ റിക്കൾട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിൽ ജാക്സിനെ കളിപ്പിക്കാനാണ് ചാൻസ്. അത് രണ്ട് രീതിയിൽ ഇവരുടെ ലൈനപ്പ് പോകും. നമുക്കത് രണ്ട് രീതിയിൽ നോക്കാം. ഈ ഒരു ലൈനപ്പ് നമുക്ക് ഫസ്റ്റ് നോക്കാം. രോഹിത് ശർമ്മയും വിൽ ജാക്സും ഓപ്പൺ ചെയ്യാനാണ് അവർക്ക് ചാൻസ് കാണുന്നത്. രോഹിത് ശർമ്മയെ പറ്റിയൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. റീസെൻ്റ് IPL ഫോം അത്ര നല്ലതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതം അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ രോഹിത് ശർമ്മയുടെ ആ ഒരു പൊട്ടൻഷ്യലുള്ള പ്ലെയറെ വെച്ച് നോക്കുമ്പോൾ ഫോമൊന്നും നമ്മൾ കാണേണ്ട. ചിലപ്പോൾ 50 കളിയിൽ 0 എടുത്തു കഴിഞ്ഞാൽ അടുത്ത കളി വന്നിട്ട് 200 അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ രോഹിത് ശർമ്മയെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ അധികം കുളമാക്കുന്നില്ല. രോഹിത് ശർമ്മ ഓപ്പൺ ചെയ്യും. ദെൻ വിൽ ജാക്സും ഇതിൽ ഞാൻ പറയാൻ മറന്നു. ആദ്യം തന്നെ പറഞ്ഞിട്ട് കാര്യം, അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ക്യാപ്റ്റൻ. അവർ ഒരുപാട് കോൺട്രാവേഴ്സിയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് എല്ലാം അവസാനം ഹാർദിക് പാണ്ഡ്യ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഡിസിഷൻ എന്ന് ഞാൻ പറയും. കാരണം തിരിച്ച് രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി കൊടുത്തു കഴിഞ്ഞാൽ പോലും, അല്ല സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ T20 ക്യാപ്റ്റന് കൊടുത്തു കഴിഞ്ഞാൽ പോലും, ബുംറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും ആ ഒരു കോർഡിനേഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. രോഹിത് ശർമ്മ മോശം പ്ലെയർ എന്നല്ല. രോഹിത് ശർമ്മയുടെ ഒക്കെ ക്യാപ്റ്റൻസിനെ പറ്റി ഞാൻ അങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു ക്രിക്കറ്റ് കാണുന്ന താരത്തിന് എന്തായാലും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പറ്റി എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷേ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കാരന് ഫ്രീ ആയിട്ട് കളിക്കാം, ആ ഒരു ടെൻഷൻ ഇല്ലാതെ എക്സ്പ്രസ് ചെയ്ത് കളിക്കാം. നമുക്കൊക്കെ നല്ല ഒരുപാട് രോഹിത് ശർമ്മ ഇന്നിങ്സുകളിൽ ഹാർദിക് പാണ്ഡ്യയുടെ അണ്ടർ കളിച്ചാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. കാരണം ആ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള രോഹിത് ശർമ്മയും നമുക്ക് കാണണം. കാരണം അത്യാവശ്യം ലാസ്റ്റ് കുറച്ച് സീസൺ രോഹിത് ശർമ്മയുടെ അത്ര നല്ല ബാറ്റിംഗ് ഫോം ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. സോ അതാണ് ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. തിലക് വർമ്മ വൺ ഡൗൺ കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തീർച്ചയായിട്ടും. കാരണം ഇന്ത്യൻ 2 കോൺസിക്യൂട്ടീവ് T20 ഇൻ്റർനാഷണൽ 100 അടിച്ച് പുള്ളിക്കാരനൊക്കെ വൈബ്രൻറ്റ് കിടു ഫോമിലാണുള്ളത്. വൺ ഡൗണിൽ അദ്ദേഹം വന്ന് ഒരു ഇമ്പാക്റ്റ് പൊളിക്കും. കാരണം ലാസ്റ്റ് 1-2 സീസൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുംബൈ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. തിലക് വർമ്മ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഭയങ്കരമായിട്ട് അവരുടെ മിഡിൽ ഓർഡർ ബാറ്റ് ചെയ്യുന്നു. ആരില്ലെങ്കിൽ എനിക്കൊന്നും കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരും മറന്നു കാണാൻ ചാൻസില്ല. ഐ ആം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു സാധനം പുള്ളിക്കാരൻ്റെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഹിറ്റിംഗ് പൊളിയാണ്. ആ പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനിവിടെ ഉണ്ട്, നോക്കണം, പേടിക്കണ്ട, ഐ എം ഹിയർ ലൈക്ക് ദാറ്റ്. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കളിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചുമ്മാ ഷോ ഓഫ് ഒന്നും അല്ല, കളിയും അങ്ങനെ തന്നെയാണ്. വേറെ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് കളി അടിച്ച് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ തന്നെയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഇഷാൻ കിഷനൊക്കെ മുകളിൽ പുള്ളിക്കാരനെ റേറ്റിംഗ് ചെയ്തത് ഫ്യൂച്ചർ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ലെഫ്റ്റ് ഹാൻഡറാണ്, മിഡിൽ ഓർഡർ ബാറ്റിംഗ് 3-ലും 4-ലും ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്ന ചാൻസ് ഇല്ല. അണ്ടർ 19-ലൊക്കെ കിടു പെർഫോമൻസ് ഞാൻ ആദ്യം കാണുമ്പോൾ പുള്ളിക്കാർ ചോദിച്ചു ഇവനൊക്കെ എന്തിനാണ് അണ്ടർ 19-ൽ കളിപ്പിച്ചെന്ന്. പെർഫോമൻസ് കാണുമ്പോൾ എൻ്റെ പൊന്നെ കിടു ബാറ്റ്സ്മാൻ, ഇന്ത്യയുടെ ഫ്യൂച്ചർ യുവരാജ് സിംഗ് എന്ന് വേണമെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ. ഫുൾ ഷോട്ട് ആയാൽ പോലും ഒന്നും പറയാനില്ല, അത്രയും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുള്ള പ്ലെയർ, അടിപൊളി പ്ലെയറാണ്. ദെൻ സ്കൈ അറ്റ് നമ്പർ 4 ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദ ബെസ്റ്റ് ഓൾറെഡി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോകത്തുള്ളത് വെച്ച് ഏറ്റവും മികച്ച 3 T20 ഹിറ്റേഴ്സിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ 1 പ്ലെയർ അലോങ് വിത്ത് നിക്കോളാസ് പൂരൻ ആൻഡ് ഹെൻറിക് ക്ലാസൻ. ബെസ്റ്റ് കൺസിസ്റ്റൻസി ആയാൽ പോലും, ഹിറ്റ് ചെയ്യുന്ന ഏരിയ ആയാൽ പോലും, ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ക്യാപ്റ്റൻസി ആയാൽ പോലും, ഒരു ക്രിക്കറ്റർ എന്ന നിലയിലും T20 ക്രിക്കറ്റർ എന്ന നിലയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എവർ ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. പെർത്ത് പോലുള്ള ട്രാക്കുകളിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നു. ഒരു ഇന്ത്യൻ ട്രാക്കിൽ അടിച്ച് ആളായ നമ്മുടെ സിനിമ സ്റ്റൈൽ ഡയലോഗൊക്കെ പറയണ്ടേ, നമ്മളെല്ലാ വേൾഡിൽ എല്ലായിടത്തും ഇംഗ്ലണ്ടിൽ പോയി സെഞ്ചുറി അടിക്കുന്നു, ഓസ്ട്രേലിയയിൽ പോയി പെർത്തിൽ പോയി 70 അടിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും പ്രൂവ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന താരം. ദെൻ നമന്ദീറിൻ്റെയൊക്കെ T20 ഡൊമസ്റ്റിക് ഫോം നോക്കിക്കഴിഞ്ഞാൽ കിടു ഫോമിലാണുള്ളത്. അതുകൊണ്ടാണ് അത്രയും എമൗണ്ട് കൊടുത്ത് പുള്ളിക്കാരനെ ആ ടീം അക്യൂർ ചെയ്തത്. സോ നമന്ദീറും നല്ലൊരു അഡിഷനാണ്. ഒരു ചെറിയ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ വൺ ഡൗണിലൊക്കെ ചില കളികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം ലാസ്റ്റ് സീസണിൽ വൺ ഡൗണിലൊക്കെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിരുന്നു ചില കളികളിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ. ദെൻ ഹാർദിക് പാണ്ഡ്യ 6, ഈ പുള്ളിക്കാരനെ നമ്മൾ ഹയർ അപ്പ് ദി ഓർഡർ
പ്രതീക്ഷിക്കണം. നമന്തിറിൻ്റെ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്കോറിങ് ഗെയിമുള്ള കളികളിലൊക്കെ ഹർദിക് പാണ്ഡ്യ 5 വന്ന് നമന്തിറിനെ 6 അങ്ങനെയൊക്കെ വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. സോ ഹർദിക് പാണ്ഡ്യ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ. ന്യൂ ബോൾ എടുക്കാൻ ഒരു ചാൻസും ഇല്ല. എല്ലാവരും പുള്ളിക്കാരനെ ട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ന്യൂ ബോൾ എടുക്കുന്നത്. ഒരു സാധ്യതയും ന്യൂ ബോൾ എടുക്കില്ല. ന്യൂ ബോൾ എടുത്ത് കഴിഞ്ഞാൽ മണ്ടത്തരമാണ് ഹർദിക് പാണ്ഡ്യ. ന്യൂ ബോൾ ഒരിക്കലും ചെയ്യരുത്. കാരണം ഡെസിഗ്നേറ്റഡ് ന്യൂ ബോൾ ബോളേഴ്സാണ് രണ്ടുപേരും അവർക്കുള്ളത്. ദീപക് ചാഹർ ആയാൽ പോലും ഡെസിഗ്നേറ്റഡ് സ്വിംഗ് ബോളർ. ന്യൂ ബോളിൽ ഡെസിഗ്നേറ്റഡ് സ്വിംഗ് ബോളറാണ്. ട്രെൻഡ് ബോൾട്ടും ഡെസിഗ്നേറ്റഡ് സ്വിംഗ് ബോളർ. സോ ഇവർ രണ്ടുപേരുണ്ടാകുമ്പോൾ ഒരു കാരണവശാലും ഹർദിക് പാണ്ഡ്യ ന്യൂ ബോൾ എടുക്കാൻ പാടില്ല, എടുക്കില്ല. പുള്ളിക്കാരൻ വരുന്നത് ജസ്പ്രീത് ബുംറ വരുന്ന ആ ഒരു ടൈമിൽ 6th ഓവറോ 7th ഓവർ ആ ഒരു സ്പിന്നിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഒരു 3 ഓവർ എറിയാനാണ് ഹർദിക് പാണ്ഡ്യ ചാൻസ്. ലോകം കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു താരം ഹർദിക് പാണ്ഡ്യ. ഓക്കെ, ദെൻ റോബിൻ മിൻസ് ആയിരിക്കും ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ. ഇവിടെ ഞാൻ പറയാൻ കാരണം നോർമൽ ഇവരുടെ ഒരു റൂട്ട് ഉണ്ട്. അതായത് റോബിൻ മിൻസിനെ ഇവർ കളിപ്പിക്കുന്നത് വിക്കറ്റ് കീപ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം റോബിൻ മിൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. ഡൊമസ്റ്റിക്കൊക്കെ നല്ല പെർഫോമൻസിൻ്റെ ഒരു ഇതിൽ ആണ് പുള്ളിക്കാരൻ ഈ ടീമിലോട്ട് വരുന്നത്. അതൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല. ഈ റയാൻ റിക്കൾട്ടൺ സൗത്ത് ആഫ്രിക്കൻ T20 ഡൊമസ്റ്റിക്കിൽ ഭയങ്കര പ്ലെയറാണ്. ഡൊമസ്റ്റിക്കിൽ കിടു പ്ലെയറാണ്. അതുകൊണ്ടാണ് നാഷണൽ ടീമിലോട്ട് കിട്ടിയത്. നാഷണൽ ടീമിൽ അദ്ദേഹത്തിന് വേണ്ട അത്രയും നല്ലൊരു പെർഫോമൻസ് ഇതുവരെ ഉണ്ടാക്കാൻ റയാൻ റിക്കൾട്ടന് സാധിച്ചിട്ടില്ല. റയാൻ റിക്കൾട്ടനെ അവർ കളിപ്പിക്കണം. ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഓപ്പണിംഗ് പെയർ അവർക്ക് വേണം എന്നൊരു കോൺസെപ്റ്റിലാണ് അവർ പോകുന്നുണ്ടെങ്കിൽ അവർ റിക്കൾട്ടനെ കളിപ്പിച്ച് റിക്കൾട്ടനെ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യിച്ചിട്ട് ലോവർ ഡൗൺ ദി ഓർഡറിൽ ഒരു ഇന്ത്യൻ ബാറ്ററെ കളിപ്പിക്കാനാണ് ചാൻസ്. ബട്ട് ഇതൊരു ഹാർഡ് ഹിറ്റിംഗ് ടീമാണ്. വിൽ ജാക്സ് വന്നു കഴിഞ്ഞാലും വിൽ ജാക്സിൻ്റെ ഒക്കെ ഫോം ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഭയങ്കര മോശമാണ്. നമുക്ക് അങ്ങനെ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാലും മോശമാണ്, ഭയങ്കര മോശമാണ്. ആ ഒരു ലാസ്റ്റ് IPL സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ടിനായാൽ പോലും T20 ഇൻ്റർനാഷണൽസ് ആയാൽ പോലും ഭയങ്കര ചെറിയ സ്കോറാണ്. 20 പോലും റീച്ച് ചെയ്യാതെ പോകുന്ന ഒരുപാട് കളികൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ പ്രൂവൺ പ്ലെയറാണ്. IPL ലാസ്റ്റ് സീസണിലൊക്കെ കിട്ടിയ അവസരം ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ട് ഈ മുംബൈ ഇന്ത്യൻസാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഈ ടീം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ്, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം എന്നുള്ളത് ഷുവറാണ്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവർക്ക് സ്പിന്ന് ആണ് അവർക്ക് ഈ ഒരു ഓപ്ഷനിൽ വരുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അവർക്കുണ്ടായിരുന്നു. ന്യൂ ബോൾ ബോളിങ്ങും സ്പിൻ ബോളിങ് അവരെന്തായാലും അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാന്റ്നർ അവർ കളിപ്പിക്കുമോ എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട് ഇവിടെ. വൺ സെക്കൻഡ് കുഴപ്പമില്ല പോട്ടെ. സാന്റ്നറേയും ഈ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഗസൻഫാർ മിസ്റ്ററി ബോളറാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ പുള്ളിക്കാരൻ. ഇവർ രണ്ടുപേരും ഇവരുടെ സ്പിൻ അറ്റാക്ക് എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ ഇതാണ് മുംബൈ ഇന്ത്യൻസ് വരുന്ന ഒരു വീക്ക്നെസ്. സാന്റ്നർ ഒന്നും വീക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരിക്കലും. സാന്റ്നറെ പോലുള്ള ഒരു പ്ലെയർ വീക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഏരിയയിൽ അവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സ്പിന്നേഴ്സ് ഈ ഗസൻഫാർ പുള്ളിക്കാരൊന്നും ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്പിന്നറല്ല. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലായാൽ പോലും ഡൊമസ്റ്റിക് IPL ആയാൽ പോലും ഒരു പ്രൂവൺ പ്ലെയർ അല്ല. സോ ആ ഒരു ഏരിയയിൽ അവർക്കൊരു ചെറിയ വീക്ക്നെസ് ഉണ്ട്. ചെറിയൊരു മൈന്യൂട്ട് വീക്ക്നെസ് ഉണ്ടെന്ന് പറയാം. സാന്റ്നറൊക്കെ വേൾഡ് ക്രിക്കറ്റിൽ തന്നെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലെയർ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടി വാങ്ങുന്ന ഒരു പ്ലെയറാണ് ഈ സാന്റ്നർ. സോ അതൊരു പ്രശ്നമാണ്. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള പ്ലെയറാണ്. ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ ഓൾ ഇൻ ഓൾ നോക്കുമ്പോൾ നമുക്കത് ബെസ്റ്റ് വേൾഡ് ക്ലാസ് സ്പിൻ അറ്റാക്ക് എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരിക്കലും മോശമായിട്ടൊന്നും പറയാനില്ല. പിന്നെ വരുന്നതാണ് ഇവരുടെ ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്ക്. ഈ ഒരു IPL ബെസ്റ്റ് ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് 100% പറയാൻ പറ്റും. എല്ലാ വെറൈറ്റിയുണ്ട്. മിസ്റ്ററി ആയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറ, ഓൾ ഫോർമാറ്റ് ബോളർ. എല്ലാ ഫേസിലും ഏത് ഫേസിൽ വേണമെങ്കിലും എറിയാക്കാൻ പറ്റുന്ന ഈ ടീമിൻ്റെ കുന്തുമുന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്ലെയറാണ് ജസ്പ്രീത് ബുംറ. വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബോളർ ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് നിസ്സംശയം നല്ല എല്ലാവരും പറയുന്ന ഒരു കാര്യം. ദെൻ ട്രെൻഡ് ബോൾട്ട്, അവരുടെ മുൻ പ്ലെയർ അവർക്ക് തിരിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് ആ ഒരു വെറൈറ്റി കൂടെ ഈ ടീമിന്
കൊണ്ടുവരാൻ വേണ്ടി ടീമിന് മാനേജ്മെൻറ്റിന് പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരനൊക്കെ എന്തായാലും ഒരു വിക്കറ്റ് എടുക്കും. സ്ട്രൈക്ക് ബോളറാണ്, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബോളറാണെന്നുള്ളതാണ് ഈ ബോളേഴ്സിൻ്റെ പ്രത്യേകത. ദീപക് ചാഹർ സെറ്റ് ആവണം, ദീപക് ചാഹർ സെറ്റ് ആവുക എന്നുള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വിങ്ങിൽ എന്തായാലും ദീപക് ചാഹറിനെ പിടിക്കാനൊന്നും ആരും എന്തായാലും വരില്ല. കാരണം സ്വിങ്ങൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വിങ് ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ എടുക്കും. 1-2 വിക്കറ്റും പവർ പ്ലേയിൽ എടുക്കും. ഒരു 3 ഓവർ കണ്ടിന്യൂസ് ആയിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവർക്ക് ബോളേഴ്സ് ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ആയപ്പോലും മറ്റ് വിൽ ജാക്സ് ആയപ്പോലും പാർട്ട് ടൈം അറിയാൻ വേണ്ടിയിട്ട് ഇവർക്കുണ്ട്. ഓൾ ഇൻ ഓൾ നോക്കുമ്പോൾ ഒരു 9.5 ടീമാണിത്. ആ 0.5 എന്ന് പറയുന്നത് സ്പിന്നിലാണ്. സ്പിന്ന് കൂടെ സെറ്റായി. ബാക്കിയൊന്നും പറയാനില്ല ഇവിടെ. വിൽ ജാക്സിൻ്റെ ഫോമൊന്നും വലിയൊരു വിഷയമൊന്നുമല്ല. കാരണം രോഹിത് ശർമ്മയുടെ ഫോമും ഒരു വലിയൊരു വിഷയമല്ല. കാരണം അവരുടെ മധ്യനിരയുടെ ഫോമാണ്. തിലക് വർമ്മ എക്സ്ട്രീം ഫോം, സൂര്യകുമാർ യാദവ് എക്സ്ട്രീം ഫോം, ഹാർദിക് പാണ്ഡ്യ എക്സ്ട്രീം ഫോം, പിന്നെ ബോളേഴ്സിൻ്റെ ജസ്പ്രീത് ബുംറ എക്സ്ട്രീം ഫോം, ട്രെൻഡ് ബോൾട്ട് ഫോം, ദീപക് ചാഹർ എന്തായാലും ഫോം ആവും. അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഒക്കെ വരുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ രോഹിത് ശർമ്മയുടെയൊക്കെ ഈ പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും 10 ഔട്ട് ഓഫ് 10 കൊടുക്കേണ്ട പ്ലെയറാണ് രോഹിത് ശർമ്മ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓൾ ഇൻ ഓൾ ഒരു 9.5 ഔട്ട് ഓഫ് 10 കൊടുക്കേണ്ട ടീമാണിത്. സ്പിൻ കാറ്റഗറിയിൽ ക്ലിക്കായി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, ചാമ്പ്യൻസ് എന്ന് പറയേണ്ട ടീം തന്നെയാണിത്. സോ നമുക്ക് അവരുടെ ബെഞ്ച് കൂടെ ഒന്ന് നോക്കാം. ബെഞ്ച് റോബിൻ മിൻസ് നമ്മൾ പറഞ്ഞു, റിയാൻ റിക്കൾട്ടൺ പറഞ്ഞു, അത് നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ല. റിയാൻ റിക്കൾട്ടൺ പറഞ്ഞു. രാജ് അങ്കർബാവയുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ പല ടീമിൽ നമ്മൾ കാണുന്നുണ്ട്, അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. വിഘ്നേഷ് പുത്തൂരിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. വിഘ്നേഷ് പുത്തൂരിൻ്റെ, കാരണം മലയാളിയാണ്, നമ്മൾ ഒരുപാട് പറയേണ്ട ഒരു താരമാണ്. നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ. ദെൻ കരൺ ശർമ്മയുണ്ട് സ്പിൻ ബോളിങ്ങിൽ. അവരുടെ മുന്നത്തെ ബോളർ കരൺ ശർമ്മ. ലെഗ് സ്പിൻ അത്യാവശ്യം എറിയാനും ബാറ്റ് കൊണ്ട് ഒരു 2 6 അടിക്കാനും പറ്റുന്ന പ്ലെയറാണ്. ദെൻ അശ്വാനി കുമാർ. റീസെറ്റ് ടോപ്ലിയാണ് ബാക്കപ്പ്. ട്രെൻഡ് ബോൾട്ടിന് ബാക്കപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് റീസെറ്റ് ടോപ്ലിയാണ്. നല്ല ബാക്കപ്പാണ്. ഞാനൊക്കെ ഹൈ റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി പ്രോണാണ്. പുള്ളിക്കാരൻ എത്ര ഗെയിം കളിക്കും എന്നുള്ളത് ആവശ്യമില്ല. കളിക്ക് എല്ലാ കളിയും കളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബാക്കപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ RCB കഴിഞ്ഞ തവണ പറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ അവർ ഈ ഇഞ്ചുറി പ്രോണായിട്ടുള്ള റീസെറ്റ് ടോപ്ലിനെ ഫസ്റ്റ് ഓപ്ഷൻ ബോളറായിട്ട് എടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ കളിയും കളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഈ ഒരു ഓപ്ഷൻ നല്ല ഓപ്ഷനാണ്. കാരണം എല്ലാ കളിയും അവർക്ക് വേണ്ടി വരില്ല. 1-2 കളിയിൽ ട്രെൻഡ് ബോൾട്ടിന് റെസ്റ്റ് കൊടുക്കുന്ന ആ ഒരു കളിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സോ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ദെൻ ലിസാർഡ് വില്യംസ്. എന്തിനാണ് 2 ബാക്കപ്പ് എന്ന് അറിയില്ല. പ്ലേ 11-ലൊക്കെ വരാൻ അത്യാവശ്യം ബുദ്ധിമുട്ടും. ലിസാർഡ് വില്യംസ് സൗത്ത് ആഫ്രിക്കനാണ്, ബുദ്ധിമുട്ടാണ്. ദെൻ അർജുൻ തെണ്ടുൽക്കർ ഉണ്ട്. ദെൻ VS, ദെൻ മേസ, അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. സോ ഇതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു ഓൾ ഇൻ ഓൾ പിക്ചർ. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. സോ അത്രയല്ലേ ഉള്ളൂ. അധികമൊന്നും പറയാനില്ലേ. ഒരുപാട് എലാബറേറ്റീവ് പറയേണ്ട ഒരു ടീമല്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാം എലാബറേറ്റഡ് പ്ലേയേഴ്സാണ്. അവരുടെ പെർഫോമൻസ്, ഹാർദിക് പാണ്ഡ്യയുടെ കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് പുള്ളിക്കാരനൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽസ് 100% ഷുവറാണ്. ജസ്റ്റ് ആ കോർഡിനേഷൻ ചെറുതായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% എനിക്കൊന്ന് വരും. കാരണം ഈ സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ആ കോർഡിനേഷൻ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. കോർഡിനേഷനൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് അവർ റിറ്റൻഷൻ ചെയ്തു എന്നുള്ളതൊക്കെ. സോ എന്തായാലും ഒരു നല്ലൊരു പൊസിഷൻ എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 9.5 നമുക്ക് ഫിനിഷ് ചെയ്യാം ഈ ടീമിനെ. സോ അടുത്ത ടീമിലോട്ട് പോലെ. ഓക്കെ.